സർവ്വജനത്തിനുമുള്ള സന്തോഷം ഏതാനും ചില ആളുകൾക്ക് മാത്രം സന്തോഷിക്കാവുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു കാര്യം സ്പഷ്ടമാണ്, സർവ്വജനവും സന്തോഷിക്കുമ്പോൾ മാത്രമേ ദൈവം സന്തോഷിക്കുകയുള്ളൂ. ഒരു വീട്ടിൽ അപ്പനും അമ്മയും മക്കളും സാമാന്യം തൃപ്തികരമായി ജീവിക്കുന്ന വീടാണെങ്കിൽ പോലും അപ്പൻ വൈകിട്ട് അടുത്തുള്ള ജംഗ്ഷനിലേക്ക് പോകും. അവിടെ അദ്ദേഹം ചില പ്രത്യേക കടകളിൽ കയറും. ചില പ്രത്യേക വെള്ളമൊക്കെ ഒന്ന് രുചിച്ച് നോക്കും. അപ്പോൾ അദ്ദേഹത്തിനൊരു ആവേശവും ഒരു ഉന്മേഷവും ഉന്മാദവും വലിയ സന്തോഷവുമാണ്. അദ്ദേഹം ആടിപ്പാടി വീട്ടിലേക്ക് വരുന്നു. അദ്ദേഹത്തിന് നല്ല സന്തോഷം. ആ വീട്ടിലെ അമ്മയ്ക്ക് കരച്ചിൽ മാത്രം. ആ വീട്ടിൽ പാർക്കുന്ന കുട്ടികൾ ഭയത്തിൽ ജീവിക്കുന്നു. ഇവിടെയൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളില്ലെങ്കിൽ ഞാൻ മലബാറിൽ വന്നതുകൊണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ മലയിലെല്ലാം ബാർ ആയതുകൊണ്ട് എല്ലാവർക്കും വളരെ സന്തോഷകരമായി വൈകിട്ട് ആനന്ദിക്കാം. മീറ്റിങ്ങിൽ സംബന്ധിക്കുമ്പോൾ നമ്മുടെ നെഞ്ച് പൊട്ടും. ഇവിടെ മീറ്റിങ്ങിൽ ചെറുതായിട്ട് എല്ലായിടത്തും കുറേ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ നമ്മുടെ മുക്തിയിൽ 11,000 കുടുംബങ്ങളാണ് ഈ നാളുകളിൽ, ഈ നാളെന്ന് പറഞ്ഞത് തിമോത്തിയോസ് തിരുമേനിയുടെ സമയത്ത് ആരംഭിച്ചതിന് ശേഷം ഇതുവരെ ഓൾമോസ്റ്റ് 11,000 കുടുംബങ്ങൾ സൗഖ്യ ജീവിതത്തിലേക്ക് വന്നു എന്നുള്ളത് എത്രയോ സന്തോഷകരമായ കാര്യമാണ്. എങ്കിലും ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുമ്പോഴുള്ള ഒരു പ്രത്യേകത നമുക്ക് അറിയാം. ഇത് മദ്യപാനം നിർത്തിയ, മറ്റ് ലഹരികൾ ഉപയോഗിക്കുന്നതെല്ലാം നിർത്തിയ ആളുകളാണ്. അപ്പോൾ അവസാനം വരുമ്പോൾ സന്തോഷ വാർത്തയാണ് നമുക്കറിയാവുന്നത് കൊണ്ട് നമുക്ക് ഇത് കേട്ടിരിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്കത് കേട്ടിരിക്കാൻ. ഒരമ്മ പറഞ്ഞത് ഓർക്കും. മദ്യപിച്ച് വരുന്ന അപ്പൻ വന്നു കഴിഞ്ഞാൽ ചില ആളുകൾ ശാന്തമായിട്ടിരിക്കുമായിരിക്കും. ഇയാൾ ഈ ഭാര്യയും മക്കളെയും ക്രൂരമായി മർദ്ദിക്കും. ഇളയ കുഞ്ഞിനൊരു 3 വയസ്സ് ഉണ്ട്. അമ്മ പറയുക, ഈ വീട്ടുകാരൻ വരുന്ന ശബ്ദം ദൂരെ കേൾക്കാം. അമ്മ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് തൊട്ട് അടുത്തുള്ള എവിടെയെങ്കിലും പോയി ചില ഈ വാഴകളെല്ലാം കൂടി ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ പലത് അതിൻ്റെ ഇടയിൽ കയറി ശബ്ദം കേട്ടാൽ തിരിച്ചറിയുമെന്നുള്ളത് കൊണ്ട് ഈ 3 വയസ്സുള്ള കുഞ്ഞ് ചുമയുണ്ട് ആ ദിവസം. അപ്പം അമ്മ പറഞ്ഞു, ചുമയ്ക്കാതിരിക്കാൻ ഞാൻ ആ കുഞ്ഞിൻ്റെ ഈ പെറ്റിക്കോട്ട് ഇങ്ങനെ നമ്മൾ ഇടുന്ന ആ കനം കുറഞ്ഞ വസ്ത്രം ഈ കുഞ്ഞിൻ്റെ വായിൽ കുത്തിക്കയറ്റും. കാരണം ചുമച്ചാലും വെളിയിൽ കേൾക്കാതിരിക്കും. ആ വീടിന് എന്താണ് സന്തോഷമുള്ളത്? അപ്പൻ്റെ സന്തോഷം മറ്റുള്ളവർക്ക് ദുഃഖമാകും. ഇത് എല്ലാ തലത്തിലും ശരിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചില ആളുകൾ സന്തോഷിക്കുമ്പോൾ ഏറെ ആളുകൾ കരയേണ്ടി വരുന്ന ഒരു ലോകത്തിൽ എല്ലാവരുടെയും കരച്ചിൽ അവസാനിച്ച് എല്ലാവരും സന്തോഷിക്കുന്നതിന് ഇടയാകുന്നതാണ്. ഇതിൻ്റെ മാതൃകയാണ് നമ്മളുടെ സഭ, നമ്മുടെ ഇടവ. ഈ ഭദ്രാസനം ദൈവകൃപയിൽ ആശ്രയിച്ച് എല്ലാവരും കൂടെ ആലോചിച്ചും പഠിച്ചും ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും സന്തോഷം ലഭിക്കണം. എല്ലാവരും ദൈവബോധത്തിലും ദൈവനീതിയിലും വസിക്കണം. എല്ലാവരും സമത്വമുള്ളവരായിട്ട് തീരണം. എന്നാൽ നമ്മൾ ഒരേ അപ്പത്തിൻ്റെ അംശികളും ഒരേ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുന്നവരാണ്. ഇതൊന്നും സാരമില്ലാതെയുള്ള നമ്മുടെ ആത്മീയ പ്രഭാഷണങ്ങളെല്ലാം നിർത്തണം. ഇത് മാത്രമേ സാരമുള്ളൂ എന്ന് ബോധ്യപ്പെടുത്തുന്ന പ്രബോധനങ്ങൾ നമുക്ക് ശക്തിപ്പെടണം. ഇതിനുള്ള ഒരു ചെറിയ പരിശ്രമം കൂടിയാണല്ലോ നമുക്ക് ഉള്ളത്. ഇതിന് നമ്മൾ ഈ ഇൻകാർണേഷനിൽ നമ്മൾ കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുന്ന ഒരു കാര്യം, ഗോഡ് ഡിസൈഡഡ് ടു ബിക്കം സ്മോൾ. ദൈവം ചെറുതാകാൻ തീരുമാനിച്ചു. വലുതാകാൻ വെമ്പൽ കൊള്ളുന്ന ഒരു ലോകമാണ്. വലുതാക്കാൻ ഒരുപാട് ആളുകളെ ചെറുതാക്കുന്നതിൽ യാതൊരു സങ്കോചമില്ലാത്ത ഒരു ലോകമാണ്. അത് സന്തോഷത്തിൻ്റെ ലോകമല്ല, വലിയ ദുഃഖത്തിൻ്റെയും
അക്രമത്തിൻ്റെയും അനീതിയുടെയും ലോകമാണ്. എല്ലാ യുദ്ധങ്ങളും നമ്മൾ എടുത്തു നോക്കിക്കൊള്ളുക. ശക്തിയുള്ള രാജ്യങ്ങൾ ശക്തി കുറഞ്ഞ രാജ്യങ്ങളെ തങ്ങളുടെ അടിമത്തത്തിൽ കൊണ്ടുവന്ന് തങ്ങൾ വലിയ രാജാക്കന്മാരാകാൻ ശ്രമിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. സർവ്വയുദ്ധവും നമുക്കെല്ലാവർക്കും അറിയാം, യുദ്ധം ഒരിക്കലും സമാധാനം ഉണ്ടാക്കുകയില്ല. യുദ്ധം എപ്പോഴും ദുഃഖവും മരണവും രക്തച്ചൊരിച്ചിലുമാണ് ഉണ്ടാക്കുക. അവിടെ ഒരു പുതിയ യുദ്ധം, സ്നേഹത്തിൻ്റെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ പേരാണ് സഭ എന്ന് പറയുന്നത്. അപ്പോൾ അതിനേറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെറുതാകാൻ പഠിക്കുക എന്നുള്ളതാണ്. വലുതാകാൻ ആരും പഠിപ്പിക്കുകയൊന്നും വേണ്ട. നമ്മുടെ മുറ്റത്ത് എല്ലാം പുല്ല് കിളിക്കാൻ ആരും ഒന്നും ചെയ്യണ്ട, ഒരു വളവും ഇടണ്ട. എന്നാൽ നല്ല ചെടികൾ വളർന്നു വരുന്നതിന് കൃത്യമായ പരിചരണം ആവശ്യമാണ്. അങ്ങനെയുള്ള പരിചരണത്തിലൂടെ നല്ല കളകളെ മാറ്റി നല്ല വിളകളെ സൃഷ്ടിക്കുന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന സമയം കൂടിയാണ്. ചില ആളുകളൊക്കെ വരുമ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര സന്തോഷമാണ്. ഈ മാരാവൺ കൺവെൻഷനിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ വരുമ്പോൾ ചില ആളുകളുടെ വരവ് കണ്ടാൽ ഞങ്ങൾ സാധാരണക്കാരല്ല, ഞങ്ങൾ കുറച്ചുകൂടി കൂടിയ ആളുകളാണ്. അത് വലുതാകാനുള്ള ഒരു പരിശ്രമമാണ്. ആ നടപ്പ് തന്നെ അവരെ വല്ലാതെ ചെറുതാക്കി കളയും. നമുക്ക് സത്യസന്ധമായ കാര്യങ്ങളെ കാണാം. ഞാൻ ചെറുതാണ്, മറ്റവൻ എന്നേക്കാൾ വലുതാണ്. ഞാൻ പഠിപ്പ് കൂടിയവനാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി പ്രത്യേകതയുള്ളവനാണ്. അവൻ പഠിപ്പില്ലാത്തവനാണ്. പഠിച്ചതുകൊണ്ട് വട്ടപൂജ്യമാണ് അതിന് കിട്ടിയിരിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. നമുക്ക് സമത്വമുള്ള മനുഷ്യരാകാം, മറ്റുള്ളവരെ വലുതാക്കാം, മറ്റുള്ളവരെ ചെറുതാക്കുന്ന ലോകത്തിൽ. അപ്പോൾ ചെറുതായ മനുഷ്യനെ വലിയ മഹത്വമുള്ള മനുഷ്യരാക്കി തീർക്കാൻ മഹത്വവാനായ വലിയ ദൈവം വളരെ ചെറിയവനായി വന്ന് ചെറുതാകുന്നതിലൂടെയാണ് വലുതാകുന്നതെന്നും ചെറുതാക്കുന്നതിലൂടെയാണ് പുച്ഛിക്കപ്പെടുന്നതെന്നും നമ്മുടെ ഈ ലോകത്തോട് ഈ ക്രിസ്മസ് നമ്മളോട് പറയുകയാണ്. ചെറിയവൻ്റെ അടുക്കിലേക്ക് പോകുന്നത് ആരാണ് ആദ്യം കേട്ടത്? ഏറ്റവും അവഗണിക്കപ്പെടുന്ന നഗരവാതിലിന് വെളിയിൽ കഴിയുന്ന ആട്ടിടയന്മാർ, ദുർഗന്ധത്തിൽ ജീവിക്കുന്നവരാണ്, അംഗീകാരമില്ലാത്തവരാണ്, ആരുമില്ലാത്തവർ, അകന്ന് ജീവിക്കുന്നവർ. അവർക്കാണ് ആദ്യമേ ഈ പ്രകാശം. സുവിശേഷം ആദ്യം എത്തുന്നത് നമ്മൾ അവഗണിക്കുന്ന ആളുകളിലേക്കാണ്. നമുക്കും സുവിശേഷം അർത്ഥപൂർണമാകാൻ, നമുക്കും ചെറുതാകാനായിട്ട് സാധിക്കട്ടെ. സത്യത്തിൽ നോക്കിയാൽ എന്ത് വലിപ്പമാണ് നമുക്കുള്ളത്. ഞാനങ്ങ് വിചാരിക്കുകയാണ് ഞാൻ വലിയ ആളാണ്, കുറച്ച് വലിയ ആളൊക്കെ ആണ്. അത് എനിക്ക് അധികാരമുണ്ട്, എനിക്ക് ഇപ്പോഴത്തെ ട്രാൻസ്ഫർ സമയമല്ലേ, ഒരച്ഛനെ വേണമെങ്കിൽ മാറ്റാം, അങ്ങനെയൊക്കെയുള്ള അധികാരം എൻ്റെ കയ്യിലുണ്ട്. മനസ്സിലായോ? അങ്ങനെയുള്ള വലിയവനായ ഞാൻ മഹാനായ പോപ്പ് ലിയോ പോർട്ടീസിൻ്റെ അടുത്ത്, അദ്ദേഹം ഇപ്പം വളരെ മഹത്വപൂർണ്ണമായ പ്രസംഗങ്ങൾ ചെയ്തുകൊണ്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഞാൻ ആരായത്? അതുവരെ എനിക്ക് 3-4 പേര് കൂടുന്ന മാർത്തമായിലെ പാവങ്ങളുടെ 3-4 പേര് കൂടുമ്പോൾ, അതിലെ പാവപ്പെട്ട 3-4 അച്ഛൻ കൂടുമ്പോൾ ഞാൻ അച്ഛൻ എന്താ കൈമുത്താത്തത്, ഇതൊക്കെ പറയുന്നു. ഭോഷത്തരമല്ലേ ഇതൊക്കെ? സത്യമായി നോക്കിയാൽ ഇതൊക്കെ പറയുമ്പോഴും ഇതൊക്കെ മാറിയ മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് ഇനിയും തിരുമേനിയെ കണ്ട മൈൻഡ് ചെയ്യേണ്ട, അച്ഛന്മാർ എഴുന്നേക്കണ്ട, കൈമുത്തണ്ട എന്നൊന്നും ധരിച്ച് വെക്കരുതാരും. അല്ല, ഇതെല്ലാം കേട്ടേച്ച് തിരുമേനി അങ്ങ് മാറിപ്പോയല്ലോ. മാറിയില്ല. മാറാത്ത ഞാൻ എന്തിന് ജീവിക്കുന്നു, അത് വേറെ കാര്യം. അപ്പോൾ നമുക്കിത് വളരെ ഗൗരവം സർവ്വജനത്തിനും ഉണ്ടാകും. അങ്ങനെയുള്ള ഈ മനുഷ്യത്വമുള്ള മനുഷ്യത്വം നഷ്ടപ്പെടുന്നു, അവഗണനകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു ലോകത്തിൽ നമ്മുടെ ഈ ജൂബിലി മന്ദിരം പ്രത്യേകമായ രീതിയിൽ ഒരു സ്വീകരിക്കുന്നതായ സ്ഥലമാണ്. എല്ലാവരെയും സ്വീകരിക്കുന്ന സ്ഥലം. ആ എല്ലാവരെയും സ്വീകരിക്കുന്നതിലൂടെ മതിൽക്കെട്ടുകളില്ലാത്ത അനന്തമായ ഒരു ലോകം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ലോകത്തിൻ്റെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു മിനിയേച്ചറായിട്ട് നമുക്ക് മന്ദിരത്തെ കാണാൻ സാധിക്കും. അത് ഇവിടെ ഇരിക്കുന്നവർ ഇവിടെ വരാൻ ഒക്കാതെ വണ്ണം ശയ്യാലംബികളായിട്ടുള്ള ആളുകൾ, നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ, അതുകൊണ്ട് സർവ്വജനവും. അപ്പോൾ ഇതാണ് നമ്മുടെ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിചാരം, ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്, ദൈവം ഈ ലോകത്തെയാണ് സ്നേഹിച്ചത്. ലോകം പാപമല്ല,
ലോകം ദൈവത്തിൻ്റെ സൃഷ്ടിയായിട്ടുള്ള ഈ ലോകത്തെ കുറച്ചുകൂടി മെച്ചമായ ലോകമാക്കുന്നതിനുള്ള സമർപ്പണത്തിൻ്റെ സമയമായിട്ട് നമുക്ക് ഈ കൂടിവരവും കൂട്ടായ്മയും എല്ലാം നമുക്ക് തീരണം. ക്രിസ്മസ് പോലും നമ്മൾ സത്യസന്ധമായി ചോദിച്ചാൽ, വേർ ഈസ് ക്രൈസ്റ്റ് ഹിയർ? വേർ ഈസ് ക്രൈസ്റ്റ് ഇൻ അവർ സെലിബ്രേഷൻസ്? ക്രിസ്തുവിനെ അങ്ങ് വെളിയിൽ എൻ്റെ മുമ്പിൽ ഒരു 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 കുഞ്ഞേശുവിനെ കൊണ്ടുവച്ചിട്ടുണ്ട്. എഴുന്നേക്കാൻ പാടില്ലാതെ വണ്ണം ഈ മണ്ണുണ്ണിയെ പോലെ അവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ രക്ഷകനായ ക്രിസ്തു ഉണ്ടല്ലോ, അദ്ദേഹത്തെ വെറും മണ്ണുണ്ണിയാക്കി മാറ്റാൻ പാടില്ല. നമുക്ക് ഗൗരവമായി നമ്മുടെ ജീവിതത്തെ ഗൗരവമായി എടുക്കണം. നമ്മൾക്ക് ചെറുതാകാനായിട്ട് സാധിക്കുന്നത്. അപ്പം നമ്മൾ സാധാരണ ഉപയോഗിക്കില്ല, നമ്മുടെ മോത്തിയച്ചനൊക്കെ ഉപയോഗിക്കുന്ന ഭാഷ ഉപയോഗിച്ചാൽ, ഇത്ര വലുതാകാൻ എത്ര ചെറുതാകണം ഞാൻ.